ഇന്നത്തെ റെസിപ്പി നമ്മുടെ കണ്ണൂർ കൽത്തപ്പാണ്. അത് നല്ല പെർഫെക്റ്റായിട്ട് ഫ്ലോപ്പാകാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നുള്ളത്. നിങ്ങൾക്ക് ഒന്നുണ്ടാകുന്നത് നേരെ ഹാഫാക്കി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ശർക്കര എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി 1 കപ്പ് പച്ചരിക്ക് നമുക്ക് 3 പീസ് വെല്ലമാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 എടുത്തുകൊണ്ട് രണ്ടായിട്ടാണ് കാണിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഏലക്ക ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചോറ് നമ്മൾ 1 കപ്പ് അരിക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മുടെ ജീരകപ്പൊടിയില്ലേ, ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ചെറിയ ജീരകം തന്നെ ചേർത്തിട്ട് അരച്ചാലും മതി കേട്ടോ. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ബാച്ചും കൂടി ചെയ്തെടുക്കുക. കാരണം ഞാൻ 2 കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അപ്പക്കാരൻ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് അപ്പക്കാരൻ ചേർത്തിട്ടുണ്ട്. അപ്പക്കാരൻ ചേർക്കുന്ന സമയത്ത് പുതിയ അപ്പക്കാരനെ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പൊങ്ങി വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് അരച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ചൂടായിട്ടുള്ള ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരിൻ്റെ കൂട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ അതേപോലെ തന്നെ ഞാനിവിടെ 2 ബാച്ചാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു ബാച്ചിൻ്റെ ആണെങ്കിൽ ഒരു ബാച്ച് എടുത്തിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ശർക്കരപ്പാനി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ചൂട് വേണം, തണിയാൻ പാടില്ല, അന്ന് അതിൻ്റെ സ്ട്രക്ചർ മാറിയും. അതുകൊണ്ടാണ് നല്ല ചൂടോടെ കൂടി തന്നെ നമ്മൾ പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർക്കുന്നുള്ളത് വെളിച്ചെണ്ണ ആണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ നല്ല ഫ്ലേവറാണ്. ഇനി ഇതിനെ നമ്മൾ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, വീണ്ടും നമുക്ക് ഫ്ലേവർ കൂടി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം കേട്ടോ. ഇനി കുറച്ച് അതിലേക്ക് വെക്കുക, കാരണം നമുക്ക് അടിയിലും കുറച്ച് ആവശ്യമുണ്ട്. കുറച്ച് നമുക്ക് മേലെ വിതറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് അതിൽ വെക്കുക, എന്നിട്ട് തീ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം, ഒരു ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടിയിട്ടുള്ളത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിയിലൊരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് വേവിക്കുക. 25 മിനിറ്റ് കറക്റ്റായിട്ട് 25 മിനിറ്റ് വേണം. ഇതേപോലെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ, നിങ്ങളെ പാനിൽ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോളിനെ വല്ല ടിഷ്യൂൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയിട്ട് ആ ഹോളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ദമ്മായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂർ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 ഫാഹി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇപ്പം നോമ്പൊക്കെ വരുന്നതാണ്. നോമ്പിന് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ.